സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സർക്കാർ നിലപാടുകൾ വർഗീയ സ്പർദ്ധ പടർത്തുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുമാണ് സുകുമാരൻ നായർ നൽകിയ മുന്നറിയിപ്പ്. NSS ബജറ്റ് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം സർക്കാരിനെതിരായ വിമർശനം ശക്തമാക്കിയത്. മുന്നോക്ക സമുദായങ്ങളോടുള്ള നിലപാടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സുകുമാരൻ നായർ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണ്. ഇരു സർക്കാരുകളും മുന്നാക്ക സമുദായങ്ങൾക്ക് നീതി നൽകാതെ അകറ്റി നിർത്തുകയാണെന്നും NSS ജനറൽ സെക്രട്ടറി ആരോപിക്കുന്നു. കൂടാതെ ജാതി സംവരണത്തിനും ജാതി സെൻസസിനുമെതിരെ NSS നിലപാട് കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാതി സംവരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ജാതിമത ഭേദമന്യേ എല്ലാവരെയും സമന്മാരായി കാണുന്ന ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു. നേരത്തെയും ജാതി സംവരണത്തിനെതിരെ കടുത്ത എതിർപ്പ് അറിയിച്ച സംഘടനയാണ് NSS. ജാതി സംവരണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ വെല്ലുവിളിയാണെന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. വോട്ട് ബാങ്കായ ജാതി വിഭാഗങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങി രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച പ്രീണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണത്തിനായുള്ള മുറവിളിയെന്നും അദ്ദേഹം ആരോപിച്ചു. നേരത്തെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ SNDPയും രംഗത്തെത്തിയിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന ആരോപണം ഉന്നയിച്ചത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. ഇരു മുന്നണികളെയും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നിശിതമായി വിമർശിക്കുകയും ചെയ്തു. 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും 2 മുസ്ലിങ്ങളെയും 1 ക്രിസ്ത്യാനിയെയും നാമനിർദ്ദേശം ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. കൂടാതെ തൃശൂരിൽ BJP ജയിക്കാൻ കാരണം ക്രിസ്ത്യാനികൾ അവരെ രക്ഷകരായി കണ്ടതുകൊണ്ടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടി. ഇതിന് പിന്നാലെയാണ് മറ്റൊരു പ്രബല സാമുദായിക സംഘടനയായ NSSും സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിട്ടില്ലാത്ത ഇടതുമുന്നണിയിൽ പുതിയ സംഭവ വികാസങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കാനാണ് സാധ്യതയും. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ.